ഹലോ, ഇന്നലെ പറഞ്ഞു നിർത്തിയോടത്തുനിന്ന് ഇന്ന് ഞാൻ തുടങ്ങുവാണ്. ഇന്നലെ ഞങ്ങൾ ഗഗനചുക്കി വാട്ടർഫോൾസ് കാണാൻ പോയതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗഗനചുക്കി വാട്ടർഫോൾസ് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ബാരാചുക്കി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ശിവാനസമുദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ബാരാചുക്കി വാട്ടർഫോൾസും ഗഗനചുക്കി വാട്ടർഫോൾസ് ഒക്കെ ഉള്ളത്. ഗഗനചുക്കി വാട്ടർഫോൾസ് നിന്ന് 18 കിലോമീറ്റർ ആട്ടോ ബാരാചുക്കി വാട്ടർഫോൾസിലേക്കുള്ളത്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വൈകിട്ട് 5 മണി വരെ ഉള്ളിലേക്ക് കയറ്റി വിടും. എൻട്രി ഫീ ആയിട്ട് 20 രൂപയാട്ടോ അവർ വാങ്ങിക്കുന്നത്. കുറച്ച് ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഐസ്ക്രീം വിൽക്കുന്നതും കരിക്ക് വിൽക്കുന്നതും ചോളം വിൽക്കുന്നതും മാങ്ങ ഉപ്പിലിട്ട് വിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കടകൾ ഉണ്ടായിരുന്നു. ഈ ഒരു തിരക്ക് കാണുന്നത് ഉള്ളിലേക്ക് കയറി പോകാനുള്ള ആൾക്കാരുടെ തിരക്കാട്ടോ. ഇവിടുന്ന് ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 10 രൂപ വെച്ച് കൊടുക്കണം കേട്ടോ. അതും ഫോൺ പേയോ ഗൂഗിൾ പേയോ ഒന്നുമില്ല കേട്ടോ, പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. ഈ കാണുന്നൊരു മരം നിറച്ച് കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ റംബൂട്ടാൻ പോലെ ഉണ്ടെങ്കിലും റംബൂട്ടാൻ അല്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തേ ഉള്ളൂ. ഈ കാണുന്നതാണ് ബാരാചുക്കി വാട്ടർഫോൾസ് കേട്ടോ. ഗഗൻചുക്കി വാട്ടർഫോൾസിന് വെച്ച് നോക്കുമ്പോൾ ചെറുതാട്ടോ, അത്ര വലുപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി പരിപാടി എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാരാചുക്കി വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് റോഡിന്റെ 2 സൈഡിലായിട്ട് ഒരുപാട് മീൻ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ. പുഴമീനാണ് വിൽക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ അവിടുന്ന് സെലക്ട് ചെയ്യാം. അതെടുത്ത് അവര് നമുക്ക് ഫ്രൈ ചെയ്ത് തരുവേ. ഞങ്ങൾ 2 മുഴുവൻ മീനും പിന്നെ ചെറിയ പീസായിട്ടുള്ള 2 പ്ലേറ്റ് മീനും കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ടയുടെ കൂടെ പരിപ്പ് കറിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറുണ്ട്, ചോറും വേണേ നമുക്ക് വാങ്ങിക്കാം. വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഈ പൊറോട്ടയും ചോറും മീനൊക്കെ ഉള്ളു അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മുഴുവൻ മീനിന് അവർ വാങ്ങിക്കുന്നത് 200 രൂപയാണ്. പിന്നെ ചെറിയ പീസായിട്ട് 2 പീസ് കട്ട് ചെയ്ത് തരുന്ന ഒരു പ്ലേറ്റിന് 120 രൂപയാട്ടോ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. സമയം കുറവായതുകൊണ്ട് കൊട്ടവഞ്ചി കയറുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.